കരിങ്കടലിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തുവന്നത്. ചർച്ചകൾ നടക്കുമ്പോഴും യുദ്ധം മറ്റൊരു വഴിക്ക് നടക്കുന്നു. അതിനിടെയാണ് സമാധാന ശ്രമങ്ങൾക്കായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുതിയൊരു ഫോർമുല മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഫോർമുല അല്പം കടന്നുപോയില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറല്ലെന്നാണ് സൂചന. ഇതൊരിക്കലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സമ്മതിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം പുടിൻ തലകൊയ്യാൻ ശ്രമിക്കുന്നത് സാക്ഷാൽ സെലൻസ്കിയെ തന്നെയാണ്. സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ യുക്രൈനിൽ പുതിയൊരു ഭരണ സംവിധാനം വരണമെന്നാണ് പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച റഷ്യൻ ആണവ അന്തർവാഹിനിയിലെ സൈനികരോട് സംസാരിക്കുന്ന തരത്തിൽ ടെലിവിഷനിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് പുതിയ ഫോർമുല പുടിൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു ഭീഷണിയായും വിലയിരുത്തുന്നുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചിരിക്കുകയാണ്. ഒരു സമാധാന കരാറിന് സാധ്യതയുണ്ടെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാൻ സെലൻസ്കിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും പുടിൻ ചോദിക്കുന്നുണ്ട്. യുക്രൈൻ്റെ ഭരണഘടനാ പ്രകാരം പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഇപ്പോൾ പട്ടാള ഭരണത്തിന്റെ കീഴിലായിരിക്കേണ്ടതാണ് യുക്രൈൻ. അതിനാൽ സമാധാന കരാറിൽ സെലൻസ്കിക്ക് വലിയ റോളൊന്നുമില്ലെന്നും ഈ സാഹചര്യത്തിൽ കരാറിന് നിയമസാധ്യതയില്ലെന്നുമാണ് പരോക്ഷമായി പുടിൻ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണ സംവിധാനം ഏർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്താമെന്നും പുടിൻ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയോ യുഎന്നോ യൂറോപ്യൻ യൂണിയനോ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അല്ലാത്തൊരു ഒത്തുതീർപ്പ് ചിന്തിക്കുകയേ വേണ്ടെന്നുമാണ് പുടിൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധം തുറക്കുമെന്ന് ഉറപ്പായതോടെ അയൽരാജ്യമായ പോളണ്ട് അടക്കമുള്ളവർ ഭീതിയിലായിരിക്കുകയാണ്. ഈ ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ 2 ആഴ്ച വരെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ പോളണ്ടിനുള്ളൂവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ തലവൻ ഡാരിയസ് ലൂക്കോവ്സ്കി. റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധശേഷി ഉയർത്തുന്നതിനായി പോളണ്ട് ആയുധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡാരിയസ് ലൂക്കോവ്സ്കി പ്രാദേശിക പ്രക്ഷേപകനായ പോൾസാറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാറ്റോ അംഗമായ പോളണ്ട് റഷ്യയുടെ കലിനിൻഗ്രാഡ് എക്സ്ക്ലേവുമായി 144 മൈൽ അതിർത്തി പങ്കിടുന്നുണ്ട്. എന്നാൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരായൊരു ആക്രമണത്തിന് ഉദ്ദേശമില്ലെന്ന് റഷ്യ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഷ്യ ആക്രമണത്തിന് മുതിരുമോ എന്ന ഭയമാണ് പോളണ്ടിനിപ്പോൾ. പോളണ്ടിൻ്റെ കരുതൽ ശേഖരം 5 ദിവസത്തെ യുദ്ധത്തിന് മാത്രമേ നിലനിൽക്കൂ. യുദ്ധം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിലവിലെ ആയുധശേഖരം ഉപയോഗിച്ച് നമുക്ക് 1-2 ആഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും ലൂക്കോവ്സ്കി പറഞ്ഞു. ലൂക്കോവ്സ്കിയുടെ അഭിപ്രായത്തിൽ പഴയ ആയുധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ സ്ഥിതി ഏറ്റവും നിർണായകമാണ്. കാരണം അവയുടെ ഉൽപ്പാദനം രാജ്യം ഇതിനകം നിർത്തിവച്ചിരിക്കുകയാണ്. യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പോളണ്ട് തങ്ങളുടെ ശേഖരം വറ്റിച്ചു കളയാണെന്നാണ് ലൂക്കോവ്സ്കി പറഞ്ഞത്. പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യണമായിരുന്നു എന്നും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സംഘർഷം തുടരുന്നിടത്തോളം നമ്മുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ നമുക്ക് സഹായം ലഭിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൽ ഏത് നിമിഷവും റഷ്യ വിജയക്കൊടി പാറിക്കുമെന്നുള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ പോളണ്ട് തയ്യാറല്ല. പോളണ്ട് മാത്രമല്ല, മറ്റ് പല നാറ്റോ രാജ്യങ്ങൾക്കും ഈ ഭയമുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് 72 മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും സംഭരിക്കണമെന്ന് പൗരന്മാരോട് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്.